മുതലാളിയേ, മുതലാളി, മുതലാളി. എഴുന്നേക്കടാ. എന്നെ ഉറക്കവാടാ ഇത്. പോയി സാധനം മേടിച്ചോണ്ടോടാ. പിടിച്ചോ. ആ എവിടെ ഇരുന്നാടാ പെരിച്ചായി? പാട്ട് കഴിഞ്ഞിട്ട് മണിക്കൂറൊന്നും കഴിഞ്ഞില്ലേ? കാള വലിഞ്ഞ് എത്തണ്ടേ ലാസറിയേട്ടാ? ഓ, 2 കുപ്പി. 2. അപ്പൊ ദിവാര ഈ ഓനച്ച മുതലാളി പറഞ്ഞു വന്ന കാര്യം എന്നതാ? ഈ പുഴയിലെ സ്വർണത്തിന്റെ കാര്യം. റേഷൻ കടയും ഇത്തിരി തോട്ടവും ബ്ലേഡും ഒക്കെ ആയിട്ട് ഈ പാവപ്പെട്ട മുതലാളിയുടെ വണ്ടി അല്ലലില്ലാതെ മുമ്പോട്ട് പോകും. പക്ഷേ കൂട്ടത്തിൽ നടക്കുന്ന നീ കൂടി പച്ച പിടിച്ചാലല്ലയോ ഈ മുതലാളിയുടെ മനസ്സൊന്നറിയൂ. അതുകൊണ്ട് നിന്റെ വലിയ തള്ള പറയുന്നതല്ല, നീ പുഴയിലൊന്ന് ഇറങ്ങടാ. നീ ഇറങ്ങിയ സ്വർണം വാരാം. സ്വർണം കോപ്പ എന്നാ വഴിക്ക് നോക്കണ്ട. ഉള്ള നേരം കൊണ്ട് മാന്യമായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ ദിവാകരൻ അറിയാം. അല്ല, പകല് പണി കഴിഞ്ഞ് കൂര കയറുന്നതിന് മുമ്പ് അയ്യപ്പസ്വാമിക്ക് ഒരു ടച്ച്. രൂപ 100 പോക്കറ്റ് വീണേ. 8 മുറുക്കിനെന്ന് ഭജന പാടിയിട്ടേ കുത്തിരി പിടിച്ച് കാശ് വാങ്ങുന്ന ചെറ്റത്തരാ. തനി ചെറ്റത്തരം. എന്ത് ചെറ്റത്തരം? നിന്റെ തന്ന കള്ളഞ്ചാമന്റെ കുലത്തോടിനേക്കാൾ ഭേദ ഇത്. ഒന്നിൻ ചെലവും കണ്ട് നിനക്കൊക്കെ ജീവിക്കാം. ദിവാകരൻ അത് പറ്റിയല്ല. ദിവാകരൻ പണിയെടുത്തിട്ടുണ്ടെങ്കിലേ കാശ് ഞാൻ വാങ്ങിച്ചിരിക്കും. അത് ഏത് അയ്യപ്പസ്വാമി ആയാലും കൊള്ളാം, ഏത് അമ്പുണ്ണികളായാലും കൊള്ളാം. കേട്ടോ, നീ ദിവാകരൻ നേരെ കയ്യോങ്ങലടാ. അറിയും ഞാൻ. എന്നോട് മിണ്ടണ്ട രണ്ടാളും. ചമ്രാമതിക്ക് കാവൽ നിർത്തിയിട്ട് പോയതല്ലേ, പറകാളിക്ക് കൂട്ടാക്കിട്ട് പോയതല്ലേ. കൊല്ലത്രേ. ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ. നിങ്ങളുടെ വാതിലോടി മന്ത്രമൊന്നും എനിക്കറിയില്ല. ആളോരെന്താ പറയണത്? നടക്കും. ആ മുറുക്കാങ്ങോട്ട് എടുത്തേ. പാമ്പ് കടിക്കാൻ തൂക്കിയെടുത്തോണ്ട് പോവാം. വേണ്ട, നീ പോണ്ട, ഞാൻ പോവാം. ദേ ഈ സീർട്ടയിലാവുമ്പം ഇങ്ങ് പോരും. എന്തുവാണോ ആളെ പഠിപ്പിക്കുന്നേ? ഞാനോ? ഞാൻ ഓർത്തു പോയെന്ന്. ഒന്നേ ഉള്ളൂ. പോരെ? ഞങ്ങള് 3 പേരില്ലടോ. അതാരാ 3 പേര്? ഞാനും എന്റെ ആമ്പർണമാരും. അയ്യോ, എന്റെ കണ്ണൻ കുഞ്ഞും പെണ്ണും കർക്കടകത്തിലെ മലവെള്ളത്തിൽ ഒലിച്ചു പോകുമ്പോ ദിവാകരന് വയസ്സ് 4. മേലാകെ കരപ്പനും. പൊടി വെച്ചിട്ടും മരുന്ന് തേച്ചിട്ടും മാറണ്ടേ. അതിന്റെ കൂടെ പെരുമഴ തീർന്നതും ഊരാകെ മലമ്പനി അങ്ങ് പരന്നു. ചീങ്കണ്ണിപ്പാറയും കാളിത്തറയും മൂടി ആറ്റുവെള്ളം കുടിക്കകം വരെ എത്തി. ഒട്ടുമിക്ക പേരും ഈറ്റച്ചങ്ങാടങ്ങളിൽ പ്രാണനും കൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ മാത്രം പാതി ജീവനുള്ള കുഞ്ഞിനെ നെഞ്ചത്തടക്കി ഒരേ ഇരിപ്പ്. കൂട്ടിന് എന്റെ ആമ്പർണവന്മാരും പറകാളിയും മാത്രം. അങ്ങനെ കുറെ ദണ്ണിച്ചു തടി തിരിച്ചെടുക്കാൻ. പക്ഷെ എന്താ ഗുണം? വണ്ടിക്കാളിയായിട്ട് തെക്ക് വടക്ക് നടക്കുകയല്ലേ. ഇങ്ങനെ നടക്കേണ്ടവനാണോ ഇവൻ? ആണോ? കേക്കുന്നുണ്ടോ? കാണുന്നുണ്ട്. ആച്ചോമ്മയുടെ പഴങ്കഥ കേട്ട് സമയം പോയത് അറിഞ്ഞില്ല. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നാളെ ചരക്ക് വരുന്ന ദിവസമാണ്. ഞാൻ വെളുപ്പിനെ ഇങ്ങ് പോരാ.
കൊന്ത പൊട്ടി മുതലി പോണ്ടേ പോവാം ചോറെടുത്ത് വെച്ചു. കൊണ്ടുപോയില്ലടി ഇതിനെ. അച്ഛൻ വന്നില്ല ദിവാകരേട്ടാ. ടൗണിൽ നിന്ന് ചിലപ്പോ ബസ് കെട്ടിയിട്ടുണ്ടാവില്ല, അതാ. കാലത്ത് വന്ന് കൊണ്ടുപോയിക്കോളും. പാവം പൊന്നുകുട്ടി ഒരുപാട് സങ്കടപ്പെട്ട ഉറങ്ങിയത്. അച്ഛന്റെ ഭജനപ്പാട്ട് കേൾക്കണമെന്നും പറഞ്ഞ് എപ്പോഴാണ് ഞാൻ ഇവിടെ തന്തയായത്? വൈറ്റി കുരുത്തതും തടിലോറി പറഞ്ഞ് തന്തയത്തു. പുറത്തോട്ടിറങ്ങിയപ്പോ തള്ളിയും തങ്കപ്പെട്ട ഉരുപ്പടിയല്ലേ. എന്നിട്ടിപ്പോ ദിവാകരന്റെ മണ്ടയ്ക്ക് ഇരുന്നോട്ടേന്ന്. അപ്പന്റെയും മോടേയും പൂതി മനസ്സിലിരിക്കത്തുള്ളൂ, മനസ്സിലായേ? എന്റെ അനിയത്തിയുടെ കുഞ്ഞത് പെറ്റെന്റെ കയ്യിലോട്ടിട്ടിട്ട് അവള് പോയത്. അതിന് ഞാനും വയ്യണ്ടായി എന്റെ അച്ഛനല്ലത് വേറെ ആരുള്ളത്? ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം അവളെ. എന്റെ മോളത്, അവളുടെ അമ്മയെ ഞാൻ. തന്തയ്ക്ക് മോക്ക് അറിയാൻ മേലെ ദിവാകരനെ ചാവട്ടി കുട്ടി ചാവ് കയറ്റി തള്ളി ഞാൻ എല്ലാത്തിനും. നേരം എടുക്കട്ടെ. ഇതോടെ കഴിക്കും മക്കളെ. കഴിഞ്ഞില്ലടേ. വേഗം കഴിച്ചു. അണ്ണാക്കരിക്ക് ഇട്ടുകൊടുത്ത് മതി. ഇതും കൊടുത്ത് കൊടുത്തോട്ടെ. അതൊക്കെ നിന്റെ തന്ത മേടിച്ചു കൊടുത്തോളൂ. ദിവാകര അത് സമാധാനം കഴിക്കണടാ. ഉച്ചയ്ക്ക് മുമ്പ് രാഘവൻ മനുഷ്യത്വമില്ലാത്ത പണിയെ നീ കാണിക്കുന്നത്. കഴിച്ചിട്ടില്ല. എന്റെ കുഞ്ഞിന് ഇതുകൂടെ ഒന്ന് കൊടുത്തോട്ടെ. അങ്ങോട്ട് നടക്കും. എന്തെങ്കിലും കൊടുത്തോട്ടെ. മക്കൾ കരയല്ലേ, വിഷമിക്കണ്ട കേട്ടോ. അമ്മ 2 ദിവസം കഴിഞ്ഞ് വരാം കേട്ടാ. ഇതിനെ വളർത്താൻ മേലെങ്കിലേ വല്ല തീവണ്ടിക്ക് മുമ്പിൽ ഇറങ്ങില്ലാണ്ടാക്കണം. അല്ലാതെ എന്റെ മണ്ടയ്ക്ക് കെട്ടിവെക്കുന്ന ഭാവങ്ങ അനുഭവിക്കണ്ട മോളും. എടാ കുഞ്ഞെ, അതിനും വേണ്ടി ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തുണ്ടായെന്നോ? ചന്ത പോയിട്ട് നേരം അങ്ങോട്ട് പുളുത്താന്ന് പറഞ്ഞിട്ടല്ലേ ഇയാൾ കൊച്ചിനെ വീട്ടിൽ നിർത്തിട്ട് പോകുന്നത്. എന്നിട്ട് ഇപ്പൊ ദിവസത്രായി. ഇതിന് പള്ളയിൽ ഉണ്ടാക്കാനല്ല ദിവാകരൻ പണിയെടുക്കണേ. തലേ കാരണമുണ്ടോ തന്തയ്ക്ക്? പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. പിന്നെയും ദിവാകരന്റെ അണ്ണാക്കിലോട്ട് ഉണ്ടാക്കല്. എന്താ രാഘവ? എന്ത് പാടൂ? താൻ തീർക്കോ. ഇങ്ങോട്ടുണ്ടാക്കിയ എന്റെ വണ്ടി കാശാ. ഇനി കളിക്ക് നിന്ന പൊന്നുമോള് പരിപാടിയില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. മോക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ആരാടോ ഇയാള്? മരുമോനാ. മണലടിക്കാൻ നിൽക്കാതെ മരുമോൻ വണ്ടിപ്പണിക്ക് നടക്കുക എന്ന് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ അയാളോടൊരു മതിപ്പാ തോന്നിയത്. പുഴേന്ന് നിധി കിട്ടുമെന്നും പറഞ്ഞ് കാലം കളഞ്ഞില്ലല്ലോ.
പിന്നെ അധ്വാനിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നലും. അധ്വാനിക്കുന്നുണ്ട്, ഇല്ലെന്നാരാ പറഞ്ഞേ? ചില്ലി പൈസ അനാമത്ത് കളയത്തുമില്ല. പക്ഷെ അതുകൊണ്ട് ആർക്ക് എന്ത് ഗുണമാടും? യവന്റെ കൂടെ അയച്ചേ പിന്നെ കീറിത്തുന്നാത്ത ഒരു ബ്ലൗസ് ഇട്ടെന്റെ മോളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കൈലിമുണ്ട് വാങ്ങണമെങ്കിൽ കോഴിയെ വളർത്തി മുട്ട വിറ്റും എന്റെ കുഞ്ഞ് തന്നെ നുള്ളിപ്പിറക്കി ഉണ്ടാക്കണം. വണ്ടിക്കാളയ്ക്ക് പുല്ലെറിഞ്ഞു കൊടുക്കണ പോലെ 3 നേരവും പള്ള നിറയ്ക്കാനുള്ളത് ഇട്ടു കൊടുക്കും. വാരി തിന്ന് മിണ്ടാതെ കിടന്നോണം. എന്റെ മോളായിട്ടാടും. ലോകത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിൽ എന്നേ ഇട്ടെറിഞ്ഞു പോയേ.